നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സ് ഫുട്ബോളിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ഫ്രാൻസ് ഈ ഒളിമ്പിക്സിൽ മികച്ച രൂപത്തിലുള്ള പ്രകടനമാണ് നടത്തിയിട്ടുള്ള. അവരുടെ ഗ്രൂപ്പിൽ അവർ ഒന്നാം സ്ഥാനക്കാരാണ്. കളിച്ചെല്ലാ കളിയും വിജയിച്ചിട്ടുണ്ട്. അർജന്റീന ആവട്ടെ ആദ്യ കളിയിൽ മൊറോക്കോയോട് പൊട്ടിക്കൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് 2 കളികൾ വിജയിച്ച് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് വരുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, അർജന്റീന ഫ്രാൻസിനോട് മുട്ടാൻ അർജന്റീന സജ്ജമാണോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പലർക്കും അത് അത്ര സുഖിക്കില്ല, അറിയാം. കാരണം ഫ്രാൻസാണ് എതിരാളികൾ എന്ന വീഡിയോ ഇട്ടിന് താഴെ തന്നെ താൻ എന്താണ് പറയുന്നത്, അർജന്റീന അത്ര മോശം ടീമാണോ, ഫ്രാൻസിനെ കണ്ട് എന്തിനും പേടിക്കണം എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റു പല കമൻറ്റുകളും ഉണ്ട്. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്നത് അർജന്റീനയിൽ നിന്ന് തന്നെയാണ്. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ ലേഖനം, ആ ലേഖനത്തിൽ അവർ കൊടുക്കുന്ന ഒരു ടൈറ്റിലുണ്ട്. ആ ടൈറ്റിലൊന്ന് നോക്കുക. അർജന്റീന വിത്ത് മോർ പ്ലെയേഴ്സ് ദാൻ എ ടീം ഫേസസ് എ വേൾഡ് കപ്പ് മാച്ച് എന്നാണ്. ഇതിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സീനിയർ ഫുട്ബോളിൽ കാണുന്ന പോലെയല്ല, ഇത് അണ്ടർ-23 ഫുട്ബോളാണ്. പിന്നെ 3 സീനിയർ പ്ലേയേഴ്സ് കൂടി അതിൽ കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അർജന്റീനയുടെ ഈ ടീമും ഫ്രാൻസിൻ്റെ ടീമും തമ്മിൽ എങ്ങനെ എന്നുള്ളത് അറിയണം. അർജന്റീനയുടെ ടീമിനെ കുറിച്ച് അർജന്റീനക്കാർ തന്നെ വിലയിരുത്തുന്നതാണ് നമ്മൾ നോക്കുന്നത്. TYC സ്പോർട്സിൻ്റെ ലേഖനം അതിൽ അവർ പറയുന്ന അർജന്റീനയ്ക്ക് കൂടുതൽ മികച്ച താരങ്ങളുണ്ട്, പക്ഷെ ഒരു ടീം എന്ന നിലയിൽ ആ മികവുണ്ടോ എന്ന സംശയമാണ്. ഇത് വേൾഡ് കപ്പ് പോലുള്ളൊരു മത്സരമാണ്. ഇത് ഒളിമ്പിക്സിലെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണെങ്കിലും ഖത്തറിലെ രാത്രിയിൽ അന്ന് നടന്ന കളിയിലെ അതിനുശേഷം ഈ 2 ടീമുകൾ തമ്മിലുള്ള വൈരം വളരെ വലുതാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു കളി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വേൾഡ് കപ്പ് മാച്ച് പോലെയാണ് എന്ന് തന്നെ TYC സ്പോർട്സ് വിലയിരുത്തുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ, അർജന്റീനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2-0 മൊറോക്കോയോട് തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ ഇറാഖിനെതിരെയും അതുപോലെ തന്നെ യുക്രൈനെതിരെയും വിജയിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെ കളിക്കുമ്പോഴും ടീമിൽ മികച്ച കുറേ താരങ്ങളുണ്ട് എന്നത് ശരിയാണ്. ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നതിൽ ചില പിഴവുകൾ വരുന്നുണ്ട് എന്നാണ് നിരീക്ഷണം. എന്നിട്ട് അവർ പറയുകയാണ്, തീർച്ചയായിട്ടും നാഷണൽ ടീമിൽ ഈ ഒരു അണ്ടർ-23 ടീമിൽ മോശമല്ലാത്ത താരങ്ങളുണ്ട്. ഇപ്പം മാർക്കോ ഡി സെസാർ നിക്കോളാസ് ഒട്ടാമെൻഡിയുമായിട്ട് നല്ല രൂപത്തിൽ ഒത്തിണങ്ങി കളിക്കുന്നുണ്ട്. അതേസമയം നല്ല രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് പലപ്പോഴും ടീം വീഴുന്നു. ഇക്കി ഫെർണാണ്ടസ് മോശമല്ലാതെ കളിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഹുലിൻ ആൽവേരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രതിഭ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു മികവ് ഈ കോമ്പറ്റീഷനിൽ ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കളി കളിച്ചതിൻ്റെ പക്ഷേ അതുകൊണ്ടുള്ള ഒരു ക്ഷീണമോ മറ്റു പ്രശ്നങ്ങളോ, അദ്ദേഹം ടയേർഡായി പോകുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ടുള്ളത് എന്നുകൂടി TYC സ്പോർട്സ് ഓർമ്മപ്പെടുന്നു. ശരിയാണ്, സിറ്റിക്ക് വേണ്ടി കളിച്ചു, അത് കഴിഞ്ഞിട്ട് കോപ്പ അമേരിക്ക കളിച്ചു, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതോടൊക്കെ ഒപ്പം തന്നെ കുറേ പ്രശ്നങ്ങൾ ടീം എന്ന നിലയിൽ ലാക്ക് ചെയ്യുമ്പോഴും അർജന്റീനയ്ക്ക് മികച്ച രൂപത്തിലുള്ള പൊട്ടൻഷ്യലുള്ള താരങ്ങളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പം അതനുസരിച്ച് ഹാവിർ മഷ്റാനോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്യൂലിയാനോ സിമിയോണി, അദ്ദേഹത്തെ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെ, ഡിയേഗോ സിമിയോണിയുടെ ഇളയ പുത്രനാണ് ഗ്യൂലിയാനോ സിമിയോണി. അദ്ദേഹം മോശമല്ലാതെ കളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കെവിൻ ജനോന്, ലൂസിയാനോ ഗുണ്ടോ, ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ മികവുണ്ട്. താരങ്ങളെന്ന നിലയിൽ അവർ വളരെ മികച്ചവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ടീം എന്ന നിലയിലുള്ള കോമ്പിനേഷനിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതുണ്ട് എന്നാണ് TYC സ്പോർട്സിൻ്റെ നിരീക്ഷണം. അത് ഈ കഴിഞ്ഞ ചില മത്സരങ്ങളിൽ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ ഫ്രാൻസിനെതിരെ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാത്തിരിക്കാം ഏത് തരത്തിലുള്ള മത്സരമായിരിക്കും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്.